നമസ്കാരം. മലബാർ തീരത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? പക്ഷേ ഇത് യുദ്ധങ്ങളുടെയും വെട്ടിപ്പിടിക്കലുകളുടെയും കഥയല്ല. മറിച്ച് കച്ചവടവും കൊടുക്കൽ വാങ്ങലുകളും എങ്ങനെ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തി എന്നതിന്റെ കഥയാണ്. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വിശ്വാസം ഒരു നാട്ടിലേക്ക് പടരുന്നത് വാളുകൊണ്ടല്ല, മറിച്ച് കച്ചവടം ചെയ്യാനെത്തിയവരുടെ സഹകരണം കൊണ്ടാണെങ്കിലോ? ഇങ്ങനൊരു ചരിത്രമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ തീരത്ത് രൂപപ്പെട്ട വളരെ സവിശേഷമായ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. മൺസൂൺ കാറ്റിന്റെ ഗതിയനുസരിച്ച് പായക്കപ്പലുകളിൽ യാത്ര ചെയ്തിരുന്ന അറബ് കച്ചവടക്കാർ നമ്മുടെ മലബാർ തീരത്തെത്തി. അവരുടെ കയ്യിൽ വിൽക്കാനുള്ള ചരക്കുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവരുടെ വിശ്വാസവും സംസ്കാരവും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ മൺസൂൺ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. ഇതൊരു ഭരണകൂടമോ സൈന്യമോ മുൻകൈയെടുത്ത് പ്രചരിപ്പിച്ച ഒന്നല്ല, മറിച്ച് കച്ചവടക്കാരുടെ ആവശ്യങ്ങളും അവരുടെ ലാഭമെന്ന ലക്ഷ്യവും രൂപപ്പെടുത്തിയ ഒന്നാണ്. അതായത് ഇവിടെ പ്രധാനം സഹകരണവും പരസ്പര ബഹുമാനവുമായിരുന്നു. പുറത്തുനിന്ന് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാതെ ഇവിടുത്തെ തനത് സംസ്കാരങ്ങളോട് ഇഴുകിച്ചേർന്നാണത് വളർന്നത്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കേൾക്കുന്ന രാഷ്ട്രീയാധികാര ഇസ്ലാം ഒരു ഭരണകൂടത്തിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളർന്നതാണ്. എന്നാൽ മൺസൂൺ ഇസ്ലാം കച്ചവടക്കാരുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇവിടെ അധികാരം പിടിക്കുന്നതിനേക്കാൾ പ്രധാനം നല്ല കച്ചവട ബന്ധങ്ങൾ നിലനിർത്തുന്നതായിരുന്നു. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഇവിടെ മാത്രം സംഭവിച്ചത്? എന്തായിരുന്നു നമ്മുടെ നാടിന്റെ പ്രത്യേകത? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് കുറച്ചുകൂടി പിന്നോട്ട് ചേരന്മാരുടെ കാലത്തേക്ക് പോകണം. അതെ, ഈയൊരു സാംസ്കാരിക വിനിമയത്തിന് അരങ്ങൊരുക്കിയ ഒരു വലിയ ശക്തിയുണ്ടായിരുന്നു അന്ന്, ചേര രാജവംശം. ചേരന്മാരുടെ ചരിത്രം വളരെ നീണ്ട ഒന്നാണ്. BC 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങി സംഘകാലത്തിലൂടെ വളർന്നു. പിന്നീട് AD 8-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം എന്ന പേരിൽ കൂടുതൽ ശക്തമായ ഒരു ഭരണ സംവിധാനമായി അവർ മാറി. ഈ രണ്ട് കാലഘട്ടങ്ങളിലും അവരുടെ ശക്തിയുടെ പ്രധാന അടിത്തറ എന്തായിരുന്നെന്നറിയാമോ? വ്യാപാരം. എന്തായിരുന്നു ചേരന്മാരെ ഇത്ര സമ്പന്നരും ശക്തരുമാക്കിയത്? നമ്മുടെ സ്വന്തം കറുത്ത പൊന്ന്, അതായത് കുരുമുളക് തന്നെ. അതുകൂടാതെ വിലപിടിപ്പുള്ള തടികൾ, ആനക്കൊമ്പ്, ഏലം, കറുവപ്പട്ട പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ. ലോകവിപണിക്ക് ഇവയെല്ലാം വേണ്ടിയിരുന്നു. അതെല്ലാം ഇവിടെ സുലഭവുമായിരുന്നു. അവരുടെ ലൊക്കേഷൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കിഴക്കൻ രാജ്യങ്ങളെയും പടിഞ്ഞാറൻ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന കച്ചവട പാതയിലെ ഒരു ഗേറ്റ്വേ പോലെയായിരുന്നു മലബാർ തീരം. ഈ വാണിജ്യത്തിന്റെ നിയന്ത്രണം ചേരന്മാരുടെ കയ്യിലായിരുന്നു. പക്ഷേ ഈ കച്ചവടവും സമ്പത്തുമൊന്നുമല്ല ചേരന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവരുടെ നാട്ടിൽ നിലനിന്നിരുന്ന മതപരമായ ബഹുസ്വരത. ഇതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ മതസഹിഷ്ണുത ഇസ്ലാം വന്നതിനു ശേഷം തുടങ്ങിയ ഒന്നല്ല. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പലതരം വിശ്വാസങ്ങളെയും ആളുകളെയും സ്വാഗതം ചെയ്യുന്ന ഒരു സംസ്കാരം ഇവിടെയുണ്ടായിരുന്നു. അതായത് ചേര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ ഹിന്ദുമതവും ജൈനമതവും ബുദ്ധമതവുമെല്ലാം ഒരുമിച്ച് സമാധാനപരമായി നിലനിന്നു. രാജാക്കന്മാർ തന്നെ ഇവയെല്ലാം ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊരു കിടിലൻ ഉദാഹരണമുണ്ട്. ഒരു ചേര രാജാവ് ആദൻ എന്നൊരു സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ഈ വാക്ക് ബുദ്ധസന്യാസിമാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന അർഹതൻ എന്ന വാക്കിൽ നിന്ന് വന്നതാണെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു രാജാവ് മറ്റൊരു മതത്തിലെ ആത്മീയ പദവി സ്വീകരിക്കുന്നു. അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു ആ കാലത്തെ ഉൾക്കൊള്ളൽ. അപ്പോ കച്ചവടവും ഈയൊരു സഹിഷ്ണുതയും ഇവ രണ്ടും ചേർന്നപ്പോ എന്താണ് സംഭവിച്ചത്? ഈ അടിത്തറ ഒരു സവിശേഷമായ സാംസ്കാരിക സങ്കലനത്തിന് എങ്ങനെയാണ് വഴിവെച്ചതെന്ന് നമുക്ക് നോക്കാം. ഈയൊരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മൺസൂൺ ഇസ്ലാം ഒരു അത്ഭുതമേയല്ല, അല്ലേ? പുതിയ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കച്ചവടത്തിലൂടെ വന്ന ഒരു പുതിയ വിശ്വാസം വളരെ സ്വാഭാവികമായി അവിടത്തെ ഒരു ഭാഗമായി മാറി. അതൊരു സ്വാഭാവിക പരിണാമമായിരുന്നു. ഇനി ഈ കൂടിച്ചേരൽ ഇസ്ലാമിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ശാസ്താവ് അഥവാ അയ്യപ്പൻ എന്ന സങ്കല്പത്തിന് പണ്ടത്തെ ബുദ്ധമത പാരമ്പര്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ശബരിമല തീർത്ഥാടനത്തിലെ അഹിംസയിലൂന്നിയ കർശനമായ വ്രതം, പിന്നെ ജാതിഭേദമന്യേ എല്ലാവരും ഒന്നിച്ചുകൂടുന്ന രീതി, അതുപോലെ ബുദ്ധമതത്തിലെ ത്രിശരണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ശരണം വിളി. ഇതെല്ലാം കാണിക്കുന്നത് ഒരു വിശ്വാസം മറ്റൊന്നിനെ എങ്ങനെ സ്വാധീനിച്ചുവെന്നതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ശരി, ഇത്രയും നേരം നമ്മൾ പഴയ ചരിത്രം പറഞ്ഞു.
ഇതൊക്കെ ഇന്ന് എന്തിനാണ് നമ്മൾ അറിയുന്നത്? വെറുമൊരു പഴയ കഥയായി ഇതിനെ കണ്ടാൽ മതിയോ? ഒരിക്കലുമില്ല. ഈ ചരിത്രത്തിന് ഇന്നത്തെ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മലബാർ തീരത്തിന്റെ ഈ ചരിത്രം നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, പരസ്പരം നേട്ടമുണ്ടാകുന്ന കച്ചവട ബന്ധങ്ങൾ സഹിഷ്ണുത വളർത്തും. രണ്ടാമതായി, ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും യുദ്ധം കൊണ്ടോ കീഴടക്കൽ കൊണ്ടോ ആകണമെന്നില്ല. ഏറ്റവും പ്രധാനമായി, പലതരം വിശ്വാസങ്ങളും സംസ്കാരങ്ങളുമുള്ള സമൂഹങ്ങൾക്ക് എങ്ങനെ സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കാമെന്നതിന് നമ്മുടെ ചരിത്രത്തിൽ തന്നെ മികച്ച മാതൃകകളുണ്ട്. അപ്പോൾ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. അതിരുകളും മതിലുകളും കൊണ്ട് നമ്മൾ സ്വയം വേർതിരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്ത് തുറന്ന കടലും തുറന്ന മനസ്സുകളും രൂപപ്പെടുത്തിയ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്കെന്തെല്ലാം പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയും? ഇതൊന്ന് ചിന്തിച്ചു നോക്കുക.